ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഫിച്ചസ് കോക്ടെയിൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് ഒരു നോമ്പുതുറയുടെ വിശേഷമാണ്. അപ്പോൾ അനിയൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് നോമ്പ് തുറന്നതിൻ്റെ കുറച്ച് വിശേഷങ്ങളും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ഞങ്ങൾ ഫ്രൈ ഐറ്റംസിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സമൂസയും പിന്നെ ചിക്കൻ പൊക്കവടയും അതുപോലെ തന്നെ പഴംപൊരിയാണ് ഫ്രൈ ഐറ്റംസാക്കി ഉണ്ടാക്കിയത്. പിന്നെ ബിരിയാണി ഓർഡർ ചെയ്തായിരുന്നു. ബിരിയാണിയും ചിക്കൻ ഫ്രൈ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പൊറാട്ടയും ചിക്കൻ കറിയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൈ ഐറ്റംസിനുള്ള കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പൊക്കവടക്കുള്ള മാവ് കുഴച്ച് വെക്കലും അതുപോലെ തന്നെ പഴംപൊരിക്കുള്ള മാവും സമൂസൊക്കെ മടക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട് സലാഡിനുള്ള ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് പിന്നെ ജ്യൂസ് അടിക്കലും വെള്ളം കലക്കലും അതുപോലെ തന്നെ ഫ്രൈ ഐറ്റംസ് പൊരിക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നോമ്പുതുറയുടെ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഇത് ഡെക്കറേഷൻ്റെ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബർത്ത്ഡേക്കുള്ള ഡെക്കറേഷൻ്റെ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നോമ്പ് തുറന്നതിന് ശേഷമാണ് കേക്ക് കട്ടിങ്ങും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതൊന്ന് കുറച്ച് ഗ്രാൻഡായിട്ട് തന്നെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂട്ടോ. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ നോമ്പിൻ്റെ കുറച്ച് റെസിപ്പീസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. അപ്പോൾ എന്തായാലും കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബെല്ലേക്കും ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോളം ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. ജ്യൂസ് ഉണ്ടാക്കിയതും മുന്തിരി ജ്യൂസും പിന്നെ നന്നാരി സർബത്ത് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് വെള്ളത്തിനാണ് കൂടുതൽ ആവശ്യമായിട്ട്. അപ്പോൾ നല്ല ചൂടല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെല്ലാം കഴിക്കും എന്നുള്ളത്, ഫ്രൈ ഐറ്റംസും ഫ്രൂട്ട്സൊക്കെ നോമ്പ് തുറക്കുന്ന മുന്നേ കഴിക്കണം എന്ന് വിചാരിക്കും. പക്ഷേ നോമ്പ് തുറന്നതിന് ശേഷം വെള്ളത്തിന് മാത്രമേ ആവശ്യം ഉണ്ടാവുള്ളൂ. പിന്നെ അത് ഫ്രൂട്ട് സലാഡിനാണ് കേട്ടോ. ഫ്രൂട്ട് സലാഡിനുള്ള ഫ്രൂട്ടൊക്കെ രാവിലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ടുള്ള കസ്റ്റാർഡും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാങ്ക് കൊടുക്കാൻ സമയത്ത് ഒരു 6:15 6:muക്കാലിനൊക്കെയാണ് കേട്ടോ ബാങ്ക്. അപ്പോൾ 6:15 ആകുമ്പോഴേക്കും ഇതെല്ലാം റെഡിയാക്കി കസ്റ്റാർഡും ഐസ്ക്രീമും ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട് പിന്നെ ഞങ്ങൾ വെട്ടിയത് വാട്ടർമെലനും പിന്നെ പൈനാപ്പിളും മുസമ്പിയും മാത്രമേ ഫ്രൂട്ട് വെട്ടി വെച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കി പിന്നെ എല്ലാവരും ഫ്രൂട്ട് സലാഡാണ് കഴിച്ചത്. അപ്പോൾ ഇനി എല്ലാം ഇവിടെ റെഡിയാക്കിയതിന് ശേഷം ഞങ്ങൾ നോമ്പ് തുറക്കാനുള്ള പരിപാടിയിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഏകദേശം ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഇത് നോമ്പ് തുറക്കലും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടിയിലോട്ട് കടക്കണം കേട്ടോ. അപ്പം ഇത് കേക്ക് കട്ടിങ് ആണെങ്കിൽ ഈ ഫ്രെയിം പിന്നെ നാത്തൂൻ്റെ മോന് ഹസ്ബൻഡിൻ്റെ ഉമ്മാക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ. അവന് സർപ്രൈസായിട്ട് ഉമ്മാക്ക് കൊണ്ടുവന്ന് കൊടുത്തതാണത്. അപ്പോൾ ഇനി കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പം തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഫുഡ് പിന്നെ കുട്ടൻ ബിരിയാണിയും പിന്നെ ചിക്കൻ ഫ്രൈയും ആണ് കേട്ടോ. പിന്നെ പൊറോട്ട ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ക്ലിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്, ടേക്ക് കെയർ.